സെക്ഷൻ 7.2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഇൻഇക്വാലിറ്റീസ് ഓഫ് യങ്, ഹോൾഡർ ആൻഡ് മിൻകൗസ്കി. The preceding section we introduce the linear space LP of E for 1 less than or equal to P less than or equal to infinity, and E is a measurable set of real numbers. In this case, P equal to 1 and P equal to infinity, we define a norm in that space. We now define a norm on LP of E for 1 less than P less than infinity. Next, normന്റെ definition ആണ്. For E is a measurable set 1 less than P less than infinity and a function f in linear space, define norm fp equal to integral mod f raised to p whole raised to 1 by p. ഇതിൻ്റെ ഹോമോജീനിറ്റിയും ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റിയും കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തൊരു ഡെഫിനേഷനാണ് കോൺജുഗേറ്റ്. The conjugate of a number p belongs to 1 to infinity is the number q equal to p divides p minus 1, which is the unique number q belongs to 1 to infinity, for which 1 by p plus 1 by q equal to 1. The conjugate of 1 is defined to be infinity and the conjugate of infinity is defined to be 1. അതായത് പി എന്ന് പറഞ്ഞത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 1 to infinity എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ്. ക്യൂ എന്ന് പറഞ്ഞത് 1 to infinity ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പിയും ക്യൂവും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പി എന്ന് പറയുന്നത് പി ക്യൂവിൻ്റെ കോൺജുഗേറ്റ് ആണെന്ന് പറയാം. ഇനി അടുത്തത് യങ്സ് ഇൻഇക്വാലിറ്റി ആണ്. For 1 less than p less than infinity, q is the conjugate of p and any two positive numbers a and b, ab less than or equal to a raised to p by p plus b raised to q by q. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. യങ്സ് ഇൻഇക്വാലിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷനിലാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. ഇവിടെ ഫംഗ്ഷൻ ജി ഡിഫൈൻ ചെയ്യാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 by p whole raised to ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 by p x raised to p plus 1 by q minus x. For x greater than 0 has a positive derivative on open interval 1 to infinity and negative derivative on open interval 0 1. And takes the value 0 at x equal to 1. The function g therefore is a non-negative on 0 to infinity. That is x less than or equal to 1 by p into x raised to p plus 1 by q if x greater than 0. In particular, x naught less than or equal to 1 by p x naught raised to p plus 1 by q if x naught equal to a by b raised to q minus 1. x നോട്ടിന് a by b raised to q minus 1 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷനെ b raised to q വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യങ്സ് ഇൻഇക്വാലിറ്റി കിട്ടും. ഇതാണ് യങ്സ് ഇൻഇക്വാലിറ്റിയുടെ പ്രൂഫ്. നെക്സ്റ്റ് തിയറം 1. ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p less than infinity and q be the conjugate of p if f belongs to LP of E and g belongs to LQ of E, then their product f into g is integrable over E and Holder's inequality integral E mod fg less than or equal to norm f into norm gq. Moreover, f not equal to 0, the function f star norm fp raised to 1 minus p, signum function f into mod fp raised to minus 1 belongs to LQ of x mu, integral E f dot f star equal to norm fp and norm f star q raised to p equal to 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് നോക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഇ എന്ന് പറഞ്ഞൊരു മെഷറബിൾ സെറ്റ് തന്നിട്ടുണ്ട്.
1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയുന്നത് പിയുടെ കോൺജുഗേറ്റ് ആണ്. ക്യൂ എന്ന് പറയുന്നത് പിയുടെ കോൺജുഗേറ്റ് ആയി കഴിഞ്ഞാൽ അത് 1/p + 1/q = 1 എന്ന് പറഞ്ഞ ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അത് LP ഓഫ് ഇയിൽ ഉണ്ടാവും. ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ LQ ഓഫ് ഇയിൽ ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എഫ് ഇൻറ്റു ജി എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഇൻറ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് പി = 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കോൺജുഗേറ്റിൻ്റെ ഡെഫിനീഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ക്യൂ ഇൻഫിനിറ്റി ആവും. പി 1 ആവുമ്പോൾ ക്യൂ ഇൻഫിനിറ്റി ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി മോണോട്ടോണിസിറ്റി ഓഫ് ഇൻ്റഗ്രേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി പി ഗ്രേറ്റർ ദാൻ 1 ആയി കഴിഞ്ഞാൽ അസ്യൂം എഫ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ജി നോട്ട് ഈക്വൽ ടു 0. പി ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ എഫും ജിയും 0 വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഫോർ അതർവൈസ് ദർ ഈസ് നത്തിങ് ടു പ്രൂവ്. It is clear that if Holder's inequality is true when f is replaced by its normalization, f divides norm fp, and g is replaced by its normalization, g divides norm gq, then it is true for g and f. അതായത് എഫും ജിയും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനി ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി എഫും ജിയും ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എഫ് എന്താവണം, നോർമൽ ആവണം, ജിയും നോർമൽ ആവണം. അപ്പോൾ എഫിനെയും ജിനെയും നോർമലൈസേഷനായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ഇനി therefore assume that norm fp equal to norm gq equal to 1. That is integral e mod f raised to p equal to 1 and integral e mod g raised to q equal to 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി നോക്കാം. ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റി എന്താവും, ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് ജി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. സിൻസ് മോഡ് എഫ് പി ആൻഡ് മോഡ് ജി ക്യു ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ, എഫ് ആൻഡ് ജി ആർ ഫൈനൈറ്റ് ആണ്, അറ്റ് മോസ്റ്റ് എവരിവെയർ ആണ്. ദസ് ബൈ യങ്സ് ഇനീക്വാളിറ്റി നമുക്ക് എന്ത് പറയാം, മോഡ് എഫ് ജി ഈക്വൽ ടു മോഡ് എഫ് ഇൻറ്റു മോഡ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് റൈസ് ടു പി ബൈ പി പ്ലസ് മോഡ് ജി റൈസ് ടു ക്യു ബൈ ക്യു ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ എന്ന് പറയാം. We infer from the linearity of integration and the integral comparison test that f into g is integrable over e, and നമുക്ക് ആ ഇക്വേഷനെ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/p ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് റൈസ് ടു പി പ്ലസ് 1/q ഇൻ്റഗ്രൽ ഇ മോഡ് ജി റൈസ് ടു ക്യു. ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് റൈസ് ടു പിയും ഇൻ്റഗ്രൽ ഇ മോഡ് ജി റൈസ് ടു ക്യൂവും 1 ആണ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുള്ളൂ, 1/p + 1/q. 1/p + 1/q എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇക്വേഷൻ 4 ആണ്. നമുക്കറിയാം എഫ് ഇൻറ്റു എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി റൈസ് ടു 1 - p ഇൻറ്റു മോഡ് എഫ് റൈസ് ടു പി ഓൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. ദെർഫോർ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഇ എഫ് ഡോട്ട് എഫ് സ്റ്റാർ ഈക്വൽ ടു നോം എഫ് പി റൈസ് ടു 1 - p ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് റൈസ് ടു പി ഈക്വൽ ടു നോം എഫ് പി റൈസ് ടു 1 - p ഇൻ്റഗ്രൽ ഇ മോഡ് എഫ് റൈസ് ടു പി എന്ന് പറയുന്നത് നോം എഫ് പി റൈസ് ടു പി ആണ്. അത് രണ്ടും പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നോം എഫ് പി കിട്ടും. സിൻസ് ക്യൂ ഇൻറ്റു 1 - p ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, പി ഇൻറ്റു നോം എഫ് സ്റ്റാർ ക്യൂ ഈക്വൽ ടു 1 എഴുതാം. ഇതാണ് ഹോൾഡേഴ്സ് ഇനീക്വാളിറ്റിയുടെ പ്രൂഫ്. താങ്ക് യു.